മാലിന്യപ്പറമ്പായി തൃശൂർ രാമവർമ്മപുരം ആകാശവാണി റോഡ്. പിഴത്തുകയായി മാത്രം ഇവിടെ നിന്ന് ഇതിനോടകം ഈടാക്കിയത് 1.5 ലക്ഷത്തോളം രൂപ. പ്രദേശം മാലിന്യമുക്തമാക്കാനുള്ള ഊർജിത ശ്രമങ്ങളുമായി കോർപ്പറേഷൻ. ആകാശവാണി, ദൂരദർശൻ, വിജ്ഞാൻ സാഗർ, IMA ബ്ലഡ് ബാങ്ക്, സ്കൂൾ, ക്വാർട്ടേഴ്സ് അങ്ങനെ നിരവധി സ്ഥാപനങ്ങളും മറ്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തെ റോഡിന്റെ അവസ്ഥ പരിതാപകരമാണ്. ആളൊഴിഞ്ഞ റോഡിന്റെ വശങ്ങളിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലടക്കം മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. ഇങ്ങനെ പ്രദേശത്തെ മിനി ലാലൂരാക്കി മാറ്റി. മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷകരുമെല്ലാം ഉണ്ടായാൽ പോലും ദൂരെ നിന്ന് പോലും ആളുകളെത്തി മാലിന്യം നിക്ഷേപിച്ച് മുങ്ങും. ഇതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി വലിയ തുക പിഴയായി ഈടാക്കി തുടങ്ങിയത്. ഇതിപ്പോൾ കോർപ്പറേഷന് നല്ലൊരു വരുമാനം കൂടിയായി മാറി. ഏപ്രിൽ മാസം മാത്രം 46,000-ൽ പരം രൂപ പിഴയായി ലഭിച്ചു. ഈ മാസം ഇതുവരെ 11,000 രൂപയും ലഭിച്ചു കഴിഞ്ഞു. അപ്പോഴും മാലിന്യ നിക്ഷേപം തുടരുകയാണ്. 6ാം ഡിവിഷനിലെ ആളുകളല്ല കൂടുതലായിട്ട് ഇടുന്നത്, പുറത്തുനിന്ന് വരുന്ന ആളുകൾ ആണ് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇടുന്നത്. ജനവാസ മേഖലയല്ല പ്രദേശം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആളനക്കമില്ലാതെ കിടക്കുന്ന ആ സ്ഥലത്താണ് കണ്ടമാനം വേസ്റ്റ് കൊണ്ടുവന്ന് ചാക്കുകളിൽ അതുപോലെ തന്നെ കവറുകളിലൊക്കെ ആയിട്ട് കൊണ്ടുവന്നിടുന്നത്. ഇത് അവിടെ പിടിക്കാൻ വേണ്ടി നമ്മൾ DLR തൊഴിലാളികളെ രാത്രിയും പകലൊക്കെ ഡ്യൂട്ടിക്ക് ഇടുകയും പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഫൈൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് നന്നായിട്ട്. അപ്പൊ ആ ഫൈൻ ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് വിൽവട്ടം സോണലില് ഏകദേശം ഒരു 67,000-ഓളം രൂപ ഫൈൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിൽ 46,000 രൂപയുടെ ഫൈൻ കൊടുത്തിരിക്കുന്നത് ഈ ആകാശവാണി റോഡിൽ നിന്നും പിടിച്ച വേസ്റ്റിൽ നിന്നും പിടിച്ച അഡ്രസ്സിൽ മുഖേനയാണ്. മാലിന്യക്കൂമ്പാരമായ പ്രദേശം കുടുംബശ്രീയുടെ 26ാം വാർഷികത്തോടനുബന്ധിച്ച് വൃത്തിയാക്കി. കുടുംബശ്രീ അംഗങ്ങൾക്ക് പുറമെ അംഗൻവാടി ആശാപ്രവർത്തകർ, കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ, കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗം, ഹരിതകർമ്മസേന, DLR എന്നിവർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകർ കൂടി അണിനിരന്ന് നടത്തിയ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് പ്രദേശം ഇപ്പോൾ ക്ലീനായത്. മാലിന്യ നിക്ഷേപം തുടർന്നാൽ പിഴത്തുക വർദ്ധിപ്പിച്ച് പ്രദേശത്ത് CCTV ക്യാമറ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോർപ്പറേഷൻ. കുറെ ആളുകൾ നടക്കുന്നതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു റോഡാണത്. അപ്പോൾ ഇനി വേസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 10,000-ൽ കുറയാത്ത ഫൈൻ ഏർപ്പാട് ചെയ്യുമെന്ന് തന്നെയാണ് പറയാനുള്ളത്. തൃശ്ശൂർ കോർപ്പറേഷനെ സീറോ വേസ്റ്റ് നഗരമാക്കണം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളും വേസ്റ്റ് കൊടുക്കാൻ തയ്യാറായി വേസ്റ്റ് നിരോധിത മേഖലയാക്കി തീർക്കുന്നതിന് സഹകരിക്കുക. ശുചീകരണ പ്രവർത്തനം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ രാജശ്രീ ഗോപൻ അധ്യക്ഷത വഹിച്ചു. TCV തൃശൂർ.